ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിൽ. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് രാഹുലിനെ റിമാൻഡ് ചെയ്തു. രാഹുലിനെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും കോടതി തള്ളി. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. ഉദ്വേഗങ്ങൾക്കും ഒളിവ് ജീവിതങ്ങൾക്കും വിരാമമിട്ട് രാഹുൽ മാക്കൂട്ടത്തിൽ ഒടുവിൽ അഴിക്കുള്ളിൽ. മാവേലിക്കര സബ് ജയിലിലേക്കാണ് വൈദ്യപരിശോധനയ്ക്ക് കോടതി നടപടികൾക്ക് ശേഷം രാഹുലിനെ മാറ്റിയത്. വൻ സുരക്ഷാ സന്നാഹമാണ് രാഹുലിനെ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലും വൈദ്യപരിശോധനയ്ക്കും ഹാജരാക്കിയപ്പോൾ പോലീസ് ഒരുക്കിയത്. രാഹുലിനെതിരെ വൻ പ്രതിഷേധം നടന്നു. യുവമോർച്ചയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ രാഹുലിനെതിരെ കയ്യേറ്റ ശ്രമങ്ങൾ വരെ ഉണ്ടായി. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാക്കൂട്ടത്തിലിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇതിനിടെ പുറത്തുവന്നു. പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്നും പുറത്തിറങ്ങിയാൽ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്താനും അപായപ്പെടുത്താനും സാധ്യതയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതി MLA ആയതിനാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നും ഫോണിന്റെ ലോക്കടക്കം കൈമാറാൻ വിസമ്മതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. രണ്ട് വകുപ്പുകളാണ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. FIRലും ഗുരുതരമായ പരാമർശങ്ങളാണ് ഉള്ളത്. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് രാഹുൽ കുഞ്ഞു വേണമെന്ന് നിർബന്ധിക്കുകയും കുഞ്ഞുണ്ടായാൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഗർഭിണിയാണെന്ന വിവരമറിഞ്ഞപ്പോൾ അസഭ്യം പറയുകയും മറ്റാരുടെയെങ്കിലും കുഞ്ഞാകുമെന്ന് അധിക്ഷേപിക്കുകയും ചെയ്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പണിയില്ലെന്ന് പറഞ്ഞ രാഹുൽ പണപ്പിരിവ് നടത്തിയതായും FIRലുണ്ട്. മൂന്നാം ബലാത്സംഗ പരാതിയിൽ രാഹുലിന്റെ കുരുക്ക് മുറുകും. ബലാത്സംഗവും ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം യുവതി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. കോൾ റെക്കോർഡുകൾ, മെഡിക്കൽ രേഖകൾ, ചാറ്റുകൾ എല്ലാം അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. ഗർഭാവസ്ഥയിൽ ഡോക്ടറെ കണ്ടതും ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ട ചികിത്സാരേഖകളും പരാതിക്കാരി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അലസിയപ്പോൾ ഗർഭത്തിന്റെ ഭ്രൂണാവശിഷ്ടം തെളിവിനായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും പരാതിക്കാരിയുടെ മൊഴിയിൽ പറയുന്നു. രാഹുൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് MLA ആയ ശേഷം സാമ്പത്തിക സഹായങ്ങൾ ആവശ്യപ്പെട്ടെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. വിദേശയാത്രയ്ക്കും പണം ആവശ്യപ്പെട്ടു. രാഹുലിന് വിദേശയാത്രയ്ക്കായി പണം നൽകിയെന്ന് യുവതി മൊഴി നൽകിയിട്ടുണ്ട്. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങാനും പണം ആവശ്യപ്പെട്ടു. SIT പരിശോധനയിൽ രാഹുൽ MLA ആയ ശേഷം UK-യിൽ 2 ദിവസത്തേക്ക് പോയതായും കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം രാഹുൽ നിരവധി വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. ആ വിദേശയാത്രകൾ യുവതിയുടെ ചെലവിലാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.